ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഏവർക്കും റീഗൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ദ സ്നേക്ക് ആൻഡ് ദ മിററിലെ 11ാമത്തെ പാരഗ്രാഫ് വരെയാണ്. അതുവരെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അറിയാത്ത വേർഡ്സ് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്ററാണ്, 12ാമത്തെ പാരഗ്രാഫാണ്. 11ാമത്തെ പാരഗ്രാഫ് വരെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? പാമ്പ് മേലെ നിന്ന് വീണ് ഇയാളുടെ കയ്യിൽ ചുറ്റി വരിഞ്ഞ് ഇയാളുടെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഉള്ളത്. 12ാമത്തെ പാരഗ്രാഫിൽ, അടുത്ത പാരഗ്രാഫിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുക്കൂ. ടെക്സ്റ്റ് എടുത്തിട്ട് 12ാമത്തെ പാരഗ്രാഫ് വായിക്കാം. It would not be correct to say merely that I sat there holding my breath. I was turned to stone, but my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. ഒരു ചെറിയൊരു പാരഗ്രാഫാണ്. അതിനുശേഷം എന്താ ഉണ്ടായത് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദ ഹോമിയോപാത്ത്? ഹോമിയോപാത്തിൻ്റെ അത് അപ്പോഴത്തെ അവസ്ഥ എന്താണ്, സിറ്റുവേഷൻ എന്താണെന്നാണ് പറയുന്നത്. It would not be correct to say merely that I sat there holding my breath എന്ന് പറഞ്ഞു. It would not be correct to say, കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എന്താണ് സേ merely that I sat there holding my breath. ശരിക്കും പറഞ്ഞ് ഞാൻ അവിടെ എങ്ങനെയാ ഇരുന്നതെന്നാണ് ഇയാൾ പറഞ്ഞത്. He was sitting with holding his breath. breath എന്ന് വെച്ചാൽ ശ്വാസം, holding എന്ന് വെച്ചാൽ പിടിച്ചു വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇയാൾ ശ്വാസം പേടിച്ചാണ് ആ സമയത്ത് അതുവരെ ഇരുന്നത്. ആർക്കായാലും പേടിണ്ടാവും, പാമ്പ് ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. I was turned to stone. He was turned to stone എന്ന് വെച്ചാൽ എന്താ? He became a stone എന്നാണ്. സ്റ്റോൺ എന്ന് വെച്ചാൽ എന്താ? കല്ല്. ഇയാളൊരു കല്ലായി മാറി. വിച്ച് മീൻസ് മൂവ്ലെസ് ആയിട്ട് മാറി എന്നുള്ള, അനങ്ങാൻ പറ്റാത്ത പോലെ നിശ്ചലമായിട്ട് ഇയാൾ മാറി, പേടിച്ചിട്ട് ഷോക്കിലാണ് അങ്ങനെ നിന്നതെന്നാണ് പറഞ്ഞത്. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷേ ഇയാളുടെ ശരീരം മാത്രമേ സ്റ്റോൺ ആയിട്ട് മാറിയിട്ടുള്ളൂ. എന്താണ്? ഹിസ് മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. മൈൻഡ് അപ്പോഴും ആക്റ്റീവാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ള ബോധ്യത്തിലാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. The door opened into darkness. When the door opened, there was a darkness. He experiences a darkness. അയാൾക്ക് എന്ത്? കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ തോന്നി. വാതിൽ തുറന്നപ്പോൾ മുഴുവൻ ഇരുട്ടാണ്. രാത്രിയാണല്ലോ സംഭവിക്കുന്നത്. പിന്നെന്താ? The room was filled with darkness. ഇയാൾക്ക് റൂം മുഴുവനായിട്ട് ഇരുട്ടായ പോലെയാണ് തോന്നിയത്. ആ ഷോക്കിങ്ങിന്റെ എഫക്റ്റ് ആണ് ഇവിടെ ഈ ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാണിച്ചു തന്നിട്ടുള്ളത്. In the light of the lamp, I sat there like a stone image in the flesh. In the light of the lamp, അവിടെയുള്ള വിളക്കിന്റെ വെളിച്ചത്തിൽ എന്താ? I sat there like a stone image in the flesh. He sat like a stone image. ഒരു കല്ലിന്റെ രൂപം പോലെയായി മാറി. Which means he became moveless എന്നുള്ള അർത്ഥമാണ്. അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിശ്ചലമായി സ്റ്റില്ലായിട്ട് മാറി. ഇൻ ദി ഫ്ലഷ് എന്നാണ്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഹ്യൂമൻ ബോഡി ആസ് ആൻ എൻറ്റിറ്റി എന്നുള്ള അർത്ഥമാണ്. ഹ്യൂമൻ ബോഡി എന്നുള്ള അർത്ഥമാണ്, മനുഷ്യ ശരീരം എന്നുള്ള അർത്ഥമാണ്. ഇയാളുടെ മനുഷ്യ ശരീരം എന്തായിട്ട് മാറി? അനങ്ങാൻ പറ്റാത്ത ഒരു ഫ്ലഷ്, ഒരു മൂവ്ലെസ് എക്യുപ്മെന്റ് ആയിട്ട് മാറി എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴാണ് ഈ പാമ്പ് ഇയാളുടെ ശരീരത്തിൽ വന്ന് വീണപ്പോൾ ഇയാൾക്ക് അനങ്ങാൻ പറ്റാതായി എന്നാണ് ഈ പാരഗ്രാഫിൽ സിമ്പിളായിട്ട് ഇദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. അത്രയാണ് 12ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 13ാമത്തെ പാരഗ്രാഫാണ്. 12ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അയാൾ മൂവ്ലെസ് ആയിട്ട് ഒരു സ്റ്റോൺ ഇമേജ് ആയിട്ട് ഒരു കല്ല് പോലെ ഇയാൾ മാറി എന്നുള്ള അർത്ഥത്തിലാണ് ആ പാരഗ്രാഫ് നിർത്തുന്നത്. ഇനി ഇയാൾ കുറച്ച് ഗോഡിന്റെ പ്രസൻസ്, ക്രിയേറ്ററിന്റെ പ്രസൻസ് ആണ് ഇയാൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words "Oh God." Oh God എന്നുള്ളത് ഇവിടെ ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ടുള്ളത്. It was written in outside the heart of him എന്നാണ് ഉദ്ദേശിച്ചത്. അയാളുടെ ഹൃദയത്തിന്റെ പുറത്ത് ഓ ഗോഡ് എന്നുള്ള ഒരു വേർഡ് എഴുതിയെന്നാണ് ഇയാൾ പറയുന്നത്. അതെന്താന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. I felt then the great presence of the creator of this world. ഈ പാമ്പ് ഇയാളുടെ അടുത്ത് വന്ന് നിന്ന് ഇയാളുടെ ഫേസ് ടു ഫേസ് നിന്ന സമയത്ത് ഇയാൾക്ക് അനങ്ങാൻ പറ്റാതെ ഷോക്കായി നിന്ന സമയത്താണ് ഇയാൾക്ക് എന്ത് തോന്നിയത്? ഹി ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ ഫീലിന്റെ പാസ്റ്റ് ആണ് ഫെൽറ്റ് എന്നുള്ളത്. അയാൾക്ക് എന്ത് തോന്നിപ്പോയി? എന്താ തോന്നിയത്?
ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ. ക്രിയേറ്റർ എന്ന് വെച്ചാൽ ആരാ ഉദ്ദേശിച്ചത്? പടച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഉണ്ടാക്കിയവൻ, എല്ലാത്തിൻ്റെയും ക്രിയേറ്റർ, എല്ലാം ഉണ്ടാക്കിയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ് മേ ബി ഗോഡ് എന്ന് പറയാം. ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ, അയാൾക്ക് ക്രിയേറ്ററിൻ്റെ, പടച്ചവൻ്റെ ഒരു പ്രസൻസ് ഇയാൾക്ക് ഫീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അയാൾ ഷോക്കായി നിന്ന ആ സമയത്ത്. ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ക്രിയേറ്ററുടെ പ്രസൻസ് ആണ് ഇയാൾക്ക് ഫീൽ ചെയ്തത് ആ സമയത്ത്. ഗോഡ് വാസ് ദെയർ, അവിടെ എന്താണ്? ദൈവം അയാളുടെ ചുറ്റും അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇയാൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താ? സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. സപ്പോസ് ഐ സെഡ് സംതിങ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, സപ്പോസ് എന്നുള്ള അർത്ഥം എന്താണ്? നമ്മൾ ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ്? ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, ആർക്ക്? ഫോർ ദ ഗോഡ്, ഗോഡിന് ഇത് ചിലപ്പോൾ ഇഷ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് പകരം ഇയാൾ എന്താ ചെയ്ത്? ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്. ഹി ട്രൈഡ് ഇൻ ഹിസ് ഇമാജിനേഷൻ, ഇയാളുടെ ഇമാജിനേഷൻ എന്ന് വെച്ചാൽ എന്താ? സങ്കല്പം എന്നുള്ള അർത്ഥത്തിലാണ്. ഇയാളുടെ സങ്കല്പത്തിൽ, ഇയാൾ മനസ്സിൽ സാങ്കല്പികമായിട്ട് ഹി ട്രൈഡ് ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്, വലിയ അക്ഷരത്തിൽ, എന്ന് വെച്ചാൽ ബ്രൈറ്റ് അല്ല, ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഷൈനിങ് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. വലിയ ഷൈനിങ് ആയിട്ടുള്ള വലിയ ലെറ്റേഴ്സിൽ, വലിയ അക്ഷരങ്ങളിൽ എന്ത് എഴുതി? ഹി ട്രൈഡ് ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് എന്നാ പറഞ്ഞത്. ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട്, ഹാർട്ട് എന്താ? ഹൃദയം. ഹൃദയത്തിൻ്റെ പുറത്ത് ഇയാൾ വലിയ അക്ഷരത്തിൽ ബ്രൈറ്റ് ആയിട്ട് ഹി ട്രൈഡ് ടു റൈറ്റ് ബ്രൈറ്റ് ആൻഡ് ഇമാജിനേറ്റീവ് ഇൻ ഹിസ് ഇമാജിനേറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞ ഇയാളുടെ ഇമാജിനേഷനിൽ ഇയാൾ വലിയ അക്ഷരത്തിൽ ഇയാൾ എന്താ എഴുതാൻ ശ്രമിച്ചേ? ഓ ഗോഡ്, ഓ ഗോഡ്, എൻ്റെ ദൈവമേ എന്നുള്ള ആ ഒരു വേർഡ് ഇയാളുടെ മനസ്സിൽ വന്നു. ഗോഡിൻ്റെ പ്രസൻസ് അയാൾക്ക് ആ സമയത്ത് ഉണ്ടായി എന്നാണ് ഈ പാരഗ്രാഫിൽ സിമ്പിളായിട്ട് ഇയാൾ ഉദ്ദേശിക്കുന്നത്. എന്താ ഉണ്ടായത്? അയാൾ സ്റ്റില്ലായിട്ട് നിന്ന സമയത്ത് he felt the presence of the creator or the god of the world and the universe itself എന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ 14ാമത്തെ പാരഗ്രാഫിലേക്കാണ് പോകുന്നത്. 13ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ലാസ്റ്റ് ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഇയാളുടെ ഹാർട്ടിൽ ഓ ഗോഡ് എന്ന് വെച്ചാൽ അയാൾ വിളിച്ച പോലെയാണ്, ദൈവത്തെ വിളിച്ച പോലെ. ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദി ഗോഡ്, ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഇയാൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഈ 14ാമത്തെ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. There was some pain in my left arm. പിന്നെ വീണ്ടും റിയാലിറ്റിയിലേക്കാണ് വരുന്നത്. അതുവരെ ഇയാൾ ഒരു ഇമാജിനേറ്റീവ് വേൾഡിലാണ് നിന്നത്. ഗോഡ്, ക്രിയേറ്റർ, അങ്ങനെയുള്ള ഒരു തോട്ടാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത്. Then he came back to the real world. There was some pain in my left arm. It was as if a thick leaden rod, no, a rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? ഈ ഒരു ചോദ്യത്തിലാണ് ഈ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത്. There was some pain in my left arm. ഇയാളുടെ ഇടത്തെ കൈയിൻ്റെ എൽബോയിലാണ്, കൈമുട്ടിലാണ് പാമ്പ് ചുറ്റി വരിഞ്ഞ് ഇരിക്കുന്നത്. ആൻഡ് ഹി ഫെൽറ്റ് ദ പെയിൻ, വേദന ഇയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അയാളുടെ ഇടത്തെ കയ്യിൽ ഇയാൾക്ക് വേദന അനുഭവപ്പെട്ടു തുടങ്ങി. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. എന്താണ്? ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. ലെഡൻ റോഡ് എന്ന് വെച്ചാൽ, ലെഡ് എന്ന് പറഞ്ഞാൽ ഈയം എന്നുള്ള ഒരു ലോഹമാണ് ശരിക്കും ലെഡ് എന്ന് പറഞ്ഞത്. ലെഡൻ റോഡ്, റോഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു ദണ്ട്, ഒരു വടി, ഒരു ദണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. കട്ടിയുള്ള ഒരു വസ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഈയം കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിയുള്ള വസ്തു ഇയാളുടെ കയ്യിലുള്ള പോലെയാണ് ഇയാൾക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുന്നത്? നോ, ഇറ്റ് വാസ് നോട്ട് എ സിമ്പിൾ ലെഡൻ റോഡ്. ഇറ്റ് എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൻ ഫയർ എന്ന് പറഞ്ഞത്. തീയിൽ ഉരുക്കിയെടുത്തിട്ടുള്ള അത്രയും കട്ടിയുള്ള, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദണ്ടായിട്ടാണ് ഇയാൾക്ക് തോന്നിയത്. ആൻഡ് വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. എന്തായി സംഭവം ചെയ്യുന്നത്? ഈ ഇത്രയും തിക്കായിട്ടുള്ള ഈ റോഡ്, ഈ പാമ്പാണ് ഈ റോഡായിട്ട് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് സ്ലോലി, പതുക്കെയാണെങ്കിലും, ബട്ട് ഇറ്റ് വാസ് പവർഫുൾ, നല്ല സ്ട്രോങ് ആണ്. ക്രഷിങ് മൈ ആം എന്ന് പറഞ്ഞു. കൈ ഉടയ്ക്കുന്ന രീതിയിൽ, കൈ അമർത്തുന്ന രീതിയിൽ, കൈ തകർക്കുന്ന രീതിയിൽ ഇയാൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇയാളുടെ കയ്യിലുള്ള ആ പാമ്പ് ചുറ്റി വരുന്നത്. അയാൾക്ക് എന്ത് തോന്നി? ഇയാളുടെ കയ്യിൽ വേദന അനുഭവപ്പെട്ടു, ഇയാളുടെ കയ്യിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നാണ് പറഞ്ഞത്.
The arm was beginning to be drained of all strength. The arm was beginning to be എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്നുള്ള സ്റ്റാർട്ട് ബിഗിൻ ഒക്കെ ഒരു അതിൻ്റെ ബിഗിനിങ്ങിൻ്റെ സിനോണിമാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. ഡ്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ലോസ് ചെയ്യുക, നഷ്ടപ്പെടുക, ഇല്ലാതാവുക, കുറയുക, ഇല്ലാതാവുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇയാളുടെ സ്ട്രെങ്ത്, ഇയാളുടെ ശക്തി നഷ്ടപ്പെടുന്ന പോലെ ഇയാൾക്ക് തോന്നി. ഇയാൾക്ക് പെയിൻ വന്നു തുടങ്ങിയപ്പോൾ ഇയാളുടെ ശക്തി ഇയാൾക്ക് നഷ്ടപ്പെടുന്ന പോലെ ഇയാൾക്ക് തോന്നി. അപ്പോഴാണ് ഇയാൾ ചോദിക്കുന്നത് വാട്ട് കുഡ് ഐ ഡു, ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ള, എന്താണ് ചെയ്യുക എന്നുള്ള ഒരർത്ഥത്തിൽ ഒന്നും ചെയ്യാനാവാത്ത വിധത്തിലാണ് ഇയാൾ ആ പാമ്പ് ഇയാളുടെ കയ്യിൽ ചുറ്റുവരയിൽ നിൽക്കുന്നത്. ഈ ചോദ്യത്തിലാണ് ഈ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ 15ാമത്തെ പാരഗ്രാഫിലേക്കാണ് പോകാൻ പോകുന്നത്. 14ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ നിൽക്കുകയാണ്. ഒരു ചോദ്യത്തോടെയാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിച്ചത്. വാട്ട് കുഡ് ഐ ഡു എന്നാണ് ചോദിച്ചത്. 15ാമത്തെ പാരഗ്രാഫ് നോക്കാം. At my slightest movement, the snake would strike me. Death lurked 4 inches away. Suppose it struck. What was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. ഇവിടെയാണ് പാരഗ്രാഫ് അവസാനിക്കുന്നത്. എന്താ പറയുന്നത്, അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ്. എൻ്റെ സ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ, എൻ്റെ ചെറിയ അനക്കം പോലും, ചെറിയൊരു മൂവ്മെൻറ്റ് പോലും. ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. എന്ത് ചെയ്യും, ഇപ്പം പാമ്പ് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുന്ന വെച്ചാൽ എന്താ, സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പാമ്പ് അടിക്കുക എന്ന് വെച്ചാൽ എന്താ, പാമ്പ് കൊത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു മൂവ്മെൻറ്റ് പോലും ചിലപ്പോൾ പാമ്പ് കൊത്താനുള്ള അവസരം ഉണ്ടാക്കും. ഡെത്ത് ലേർക്കഡ് 4 inches away. ഡെത്ത് ലേർക്കഡ് എന്ന് വെച്ചാൽ എന്താ, പതുങ്ങിയിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ലേർക്കഡ് 4 inches away. ഒരു 4 ഇഞ്ച് ദൂരത്തിലാണ് ഇയാളുടെ അടുത്ത് മരണം പതുങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പാമ്പ് കൊത്തിയ ഇറ്റ്സ് എ കോബ്ര, ഒരു മൂർഖൻ പാമ്പാണ്. വളരെ അപകടമുള്ള ഒരു പാമ്പായതുകൊണ്ടാണ് പെട്ടെന്ന് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഈ ഉദ്ദേശത്തിൽ പറഞ്ഞത്. ഡെത്ത് ലേർക്കഡ് 4 inches away. മരണം ഇയാളുടെ അടുത്ത് തന്നെ ഉണ്ട്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്. ഒരു എന്തെങ്കിലും കാരണവശാൽ ഇത് സ്ട്രൈക്ക് ചെയ്താൽ, കൊത്തിയാൽ, അടിച്ചാൽ എന്ത് ചെയ്യും? വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. എന്ത് മെഡിസിനാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കേണ്ടി വരിക എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്, അതിന് കാരണം കൂടി ഇയാൾ പറയുന്നുണ്ട്. there were no medicines in the room. എന്താ കാരണം, അയാളുടെ റൂമിൽ എന്താ, മരുന്നുകളൊന്നുമില്ല. ബിക്കോസ് ഹി ഈസ് എ ബിഗിനർ. ഇയാൾ ഈ ഫീൽഡിൽ ഒരു തുടക്കക്കാരനാണ്. ഐ വാസ് ബട്ട് എ പൂവർ, ഫോളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അയാളെക്കുറിച്ച് തന്നെ നല്ല ബോധ്യമുണ്ട്. അയാൾ എന്താണ്, ഒരു പാവം, സ്റ്റുപ്പിഡ് എന്നെല്ലാവരും പറയണ ഒരു വിഡ്ഢിയായിട്ടുള്ള ഡോക്ടറാണെന്നാണ് അയാളുടെ ഒരു ചിന്ത അയാളെക്കുറിച്ച് തന്നെ. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. അതൊക്കെ ആലോചിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഹി ഫോർഗോട്ട് ഹിസ് ഡേഞ്ചർ. അയാൾ ഒരു അപകടത്തിലുള്ള സിറ്റുവേഷൻ ആണെന്ന് ഇയാൾ എന്ത് ചെയ്തു, മറന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്തു, സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. അയാളോട് തന്നെ എന്താണ്, ഫീബ്ലി എന്ന് പറഞ്ഞാൽ ഒരു മങ്ങിയ എന്നുള്ള അർത്ഥത്തിലാണ്. ചിരിക്കണോ വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ ചിരിയിൽ ഇയാൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞിട്ടാണ്, ഇയാളെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ടാണ് ഇയാൾ ആ ഒരു ചിരി ഉള്ളിൽ ഒതുക്കിയത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്, പാമ്പ് ഇയാളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ചെറിയ മൂവ്മെൻറ്റ് പോലും ഇയാളെ അപകടത്തിലാക്കും. അഥവാ പാമ്പ് കൊത്തിക്കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ഹി ഡു, എന്തായാലും ചെയ്യും എന്നുള്ള തോന്നലാണ്. എന്തുകൊണ്ടാണ്, ദർ ഇസ് നോ മെഡിസിൻ ഫോർ ഇറ്റ്. അയാളുടെ റൂമിൽ അതിനുള്ള മരുന്നുകളൊന്നും തന്നെ ഇല്ല. എന്നിട്ട് അയാളെ കുറിച്ച് തന്നെ ആലോചിച്ച് ചെറിയൊരു ചിരിയിലാണ് ഈ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 16ാമത്തെ പാരഗ്രാഫിലേക്കാണ് പോകുന്നത്. 15ാമത്തെ പാരഗ്രാഫ് വരെ നമ്മൾ എന്താ പറഞ്ഞത്, ഹി മേക്ക് എ ഫീബിൾ സ്മൈൽ ഓൺ ഹിസ് ഫേസ് എന്നാണ്. അയാളെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ട് ഇയാൾ ഒരു സ്മൈൽ ഉണ്ടാക്കി, ഒരു ചിരി ചിരിച്ചു. 16ാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. It seemed as if God appreciated that the snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into the mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a moustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? രണ്ട് ചോദ്യങ്ങളിലാണ് ഈ പാരഗ്രാഫ് അവസാനിക്കുന്നത്. It seemed as if
ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. ഇതൊക്കെ കണ്ടിട്ട് എന്താ, ദൈവം ഒരു അപ്രീസിയേഷൻ അവിടെ നടത്തുകയാണ്. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പാമ്പ് അതിൻ്റെ തല അങ്ങ് തിരിച്ചു. ഇയാളുടെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കായിരുന്നല്ലോ, പാമ്പ് തിരിഞ്ഞു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. ഇയാൾ കണ്ണാടീൻ്റെ മുന്നിലാണല്ലോ ഇരിക്കുന്നത്, പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കി. ലുക്ക്ഡ് ഇൻ ടു ദി മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം എന്നുള്ളതാണ്, അതിൻ്റെ കണ്ണാടിയിലുള്ള രൂപം. ആ കണ്ണാടിയിലുള്ള റിഫ്ലക്ഷൻ ഈ പാമ്പ് നോക്കുകയാണ് ചെയ്യുന്നത്. I do not claim that it was the first snake that had ever looked into the mirror. ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഉദ്ദേശിച്ചത് ആർഗ്യൂ ചെയ്യാനാണ്. അപ്പോൾ ഹോമിയോപാത്തി പറയാണ്, ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ്, ഐ ഡു നോട്ട് ആർഗ്യൂ ദാറ്റ്. ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല. എന്താണ്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു ദി മിറർ. കണ്ണാടിയിൽ നോക്കണ ആദ്യത്തെ സ്നേക്കാണ് ഇതെന്ന് ഞാൻ ആർഗ്യൂ ചെയ്യണില്ല എന്നാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് സെർട്ടൈൻ ദാറ്റ്. ഇവിടെ സെർട്ടൈൻ എന്ന് ഉദ്ദേശിച്ചത് ഷുവർ ദാറ്റ് എന്നാണ്, തീർച്ചയായും എന്നുള്ള അർത്ഥത്തിലാണ്. ബട്ട് ഇറ്റ് വാസ് സെർട്ടൈൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദി മിറർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ഷുവറാണ്, എന്താണ്, ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദി മിറർ. പാമ്പ് കണ്ണാടിയിലേക്ക് തന്നെയാണ് നോക്കിയെന്നുള്ള കാര്യത്തിൽ ഇയാൾക്ക് ഉറപ്പുണ്ട്. എന്ത് പറഞ്ഞു, ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ലുക്ക്ഡ് ഇൻ ടു ദി മിറർ. ആദ്യത്തെ കണ്ണാടിയിലേക്ക് നോക്കുന്ന ആദ്യത്തെ പാമ്പാണെന്ന് ഇയാൾ ആർഗ്യൂ ചെയ്യണില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇവിടെ ഇയാളുടെ അടുത്തുള്ള പാമ്പ് നോക്കിയത് കണ്ണാടിയിലേക്ക് തന്നെയാണെന്നുള്ള ഇയാൾക്ക് ഈ കാര്യം ഉറപ്പാണെന്നാണ് പറഞ്ഞത്. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അഡ്മയറിങ് എന്നുള്ള ഉദ്ദേശം ആരാധിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. എന്താണ്, വാസ് ഇറ്റ് അഡ്മയറിങ് ഓൺ ഇറ്റ്സ് ബ്യൂട്ടി. അതിൻ്റെ ബ്യൂട്ടിയിൽ ഇയാൾ, ഈ പാമ്പ് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുകയാണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ആ പാമ്പ് എന്താണ്, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ. എന്താണ്, എബൌട്ട് ഗ്രോയിങ് മൗസ്റ്റാച്ച്. ഇയാളുടെ പോലെ തന്നെ ഇവിടെ ഇയാൾ ഈ പാമ്പുമായിട്ട് ഇയാളെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇയാളും കണ്ണാടിയിൽ നോക്കിയിട്ട് ഇയാളുടെ ബ്യൂട്ടി അഡ്മയർ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇയാൾ ചോദിക്കുകയാണ്, പാമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്നുണ്ടോ ഇയാളെ പോലെ. എന്തിന്, എബൌട്ട് ഗ്രോയിങ് മൗസ്റ്റാച്ച്, എന്താണ്, മീശ വളർത്തുന്നതിനെ കുറിച്ചും. പിന്നെ ഇതിനെ കുറിച്ചാണ്, ഓർ യൂസിങ് ഐ ഷാഡോ. നമ്മൾ കണ്ണിൻ്റെ ഐലിറ്റ്സിലൊക്കെ കൺപോളയിൽ തേക്കുന്ന ഒരു കൺമഷി തരത്തിലുള്ള സാധനമാണ്, അത് ഉപയോഗിക്കുന്നതാണോ, അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും. ആൻഡ് മസ്കാര. മസ്കാര എന്ന് പറഞ്ഞാൽ കൺമഷിയാണ് ഉദ്ദേശിച്ചത്. ഓർ വെയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർ ഹെഡ്. വെർമിലിയൻ എന്ന് ഉദ്ദേശിച്ചത് ശരിക്കും എന്താണ്, സിന്ദൂരക്കുറിയ. വിവിഡ് റെഡ് പിഗ്മെന്റ് എന്നുള്ള അർത്ഥമാണ്. റെഡ് സിന്തറ്റിക് പിഗ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു സിന്ദൂരക്കുറി എന്നുള്ളതാണ് സിംപിളി പറയുന്നത്. വെയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർ ഹെഡ്. ഫോർ ഹെഡ് എന്ന് പറഞ്ഞാൽ നെറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. നെറ്റിയിൽ ഒരു സിന്ദൂരക്കുറി തൊടുന്നതിനെ കുറിച്ചും, പിന്നെന്താണ്, കൺമഷി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും, ഐ ഷാഡോ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും, മൗസ്റ്റാച്ച് ഗ്രോയിങ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഈ പാമ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുകയാണോ എന്ന് ഇയാൾ ചോദിക്കുകയാണ്. എന്ത് കണ്ടപ്പോൾ, വെൻ ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഫേസ് ഇൻ ടു മിറർ. കണ്ണാടിയിലേക്ക് പാമ്പ് അതിൻ്റെ തല തിരിച്ചപ്പോഴും അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടപ്പോഴും പാമ്പ് ഇങ്ങനത്തെ വല്ല തീരുമാനങ്ങളും എടുക്കാൻ നിൽക്കുകയാണോ എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇത്രയാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മളിന്ന് 12 മുതൽ 16 വരെയുള്ള പാരഗ്രാഫ്സാണ് ചർച്ച ചെയ്തത്. എന്താ ഉണ്ടായത്, പാമ്പ് ഇയാളുടെ ഷോൾഡറിൽ വീണ് ഇയാൾ ഷോക്കായി, ഇയാൾ ദൈവത്തെ വിളിച്ചു. പിന്നെന്ത് ചെയ്തു, പിന്നെ പാമ്പ് ഇയാളുടെ ഷോൾഡറിൽ നിന്ന് കണ്ണാടിയിലേക്കാണ് തിരിഞ്ഞത്. തിരിഞ്ഞ ശേഷം പാമ്പ് അതിൻ്റെ ബ്യൂട്ടി അഡ്മയർ ചെയ്യാണെന്ന് ഇയാൾക്ക് തോന്നിപ്പോയി. ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുവരെ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങളും നോട്ട്സും എല്ലാം എഴുതിയെടുക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ഒരിക്കൽ കൂടി റീക്കൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം.